എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മീനും ചിക്കനൊക്കെ കാണിച്ചിട്ടാണ്. 2-3 ദിവസമായിട്ട് അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ രാവിലത്തേതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസത്തെ വീഡിയോ ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത്. കാരണം ഒരു വീഡിയോയും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഡിയോസാണ് ഓരോ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് തിരക്കുകളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു തിരക്കിന് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് രാവിലെ പപ്പ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികളുടെ വില എന്താണെന്നൊന്നും ഞാൻ നോക്കാറില്ല, എനിക്ക് അറിയാനും പാടില്ല. തക്കാളിക്ക് 80 രൂപയെന്ന് എന്തൊക്കെയോ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയണത് ഇതിനൊക്കെ ഇത്രയും വില വന്നാന്നുള്ളത്. കാരണം പപ്പയാണ് മേടിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് നോക്കാറില്ല. പപ്പ മേടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത് എടുത്ത് വെക്കും, അത്രയേ ഉള്ളൂ. അതിൻ്റെ ബില്ലെല്ലാം നോക്കണം പപ്പ തന്നെ ആയതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വിലയും നോക്കിയിട്ട് കണ്ടിട്ടില്ല ഒന്നും. അപ്പോൾ ഏതായാലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇനിയിപ്പോൾ ഇന്നത്തെ മീൻ വെട്ടണ കാര്യങ്ങളും അതിലേക്ക് ഞാൻ കടക്കണേണ്. അപ്പോൾ ഇന്ന് കറിയുണ്ട്, ശരിക്കും മീൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. മീനിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എങ്കിലും ഷാജി രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. നല്ല അതായത് ചില നെയ്മീൻ ഇങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞ നെയ്മീനുണ്ട്, കാണുമ്പോൾ അടിപൊളിയായിരിക്കും, പക്ഷേ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പപ്പനെ വിട്ട് കഴിഞ്ഞാൽ പപ്പ അങ്ങനത്തെ മീൻ കൊണ്ടുവരും. കാരണം പപ്പനെ പറ്റിച്ചു വിടും ആളുകൾ, പപ്പക്ക് നോക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഷാജി കൊണ്ടുവരുന്ന മീൻ നമുക്ക് വിശ്വാസമാണ്. അപ്പോൾ ഷാജി പറഞ്ഞ് വരവ് മീനല്ല, നല്ല മീനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് കറി ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇത് എടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കാമല്ല. അപ്പോൾ ഞാൻ വെട്ടി അതെടുത്തിട്ട് വെട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, തേച്ചെടുക്കണ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് ഞാൻ വറുക്കാനും, പിന്നെ നമ്മളുടെ ഉച്ചക്ക് നമുക്ക് മീൻ കറി ഉണ്ട്, തലേദിവസം നമ്മൾ കറി വെച്ചതിൻ്റെ എല്ലാം ഇരിക്കുന്നുണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ചാളക്കറിയൊക്കെ വെക്കണത് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ചാളക്കറിയുടെ ഒരുവിധം എല്ലാവർക്കും കഴിക്കാൻ വേണ്ടും ഉച്ചക്കുണ്ട്. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് കറി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് രാത്രിത്തേക്ക് നെയ്മീൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടൊന്ന് കറിയും വെച്ചേക്കാം. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റീലിൻ്റെ ചീനച്ചട്ടി തന്നെ ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ റൂബിക്കുള്ള ചിക്കനും ഒന്ന് വേവിക്കാനെടുത്തത്. അപ്പോൾ റൂബിക്ക് വേണ്ടിയിട്ടാണ് ചിക്കൻ ഇപ്പോൾ ഓർഡർ ചെയ്തത്. നമ്മൾക്ക് കഴിക്കാൻ ചിക്കൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ കറിയെല്ലാം ഉണ്ടല്ലോ, ഇപ്പോൾ മീനും വന്നിട്ടുണ്ട്. പക്ഷേ റൂബിക്ക് ചിക്കൻ ഇല്ലാഞ്ഞുകൊണ്ട് ചിക്കൻ ഓർഡർ ചെയ്ത് റൂബിക്കുള്ളതും വേവിച്ച് വെച്ചേട്ടാ. അപ്പോൾ ഈ മീൻ 1.5 കിലോയോളം തൂക്കം ഉണ്ടായിരുന്നേ, നെയ്മീൻ. അപ്പോൾ വേസ്റ്റ് ഒട്ടും തന്നെ ഇല്ലാത്ത മീനാണല്ലോ നെയ്മീൻ. അതുകൊണ്ട് നമുക്ക് ലാഭമാണത്, കാരണം അത്രയും മീൻ ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് നെയ്മീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനുമാണ് നെയ്മീൻ കേട്ടോ. അല്ലാതെ ഈ കരിമീൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ അത് തേങ്ങമുളകൊക്കെ അരച്ചെടുത്ത് അതൊക്കെ ഒന്ന് താളിച്ച് നന്നായിട്ടൊന്ന് മൊരിയിച്ചൊക്കെ എടുത്തിട്ട് മീനും ഇട്ട് അതങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ച്. അപ്പോൾ നമ്മുടെ കറിച്ചട്ടികളുടെ കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു തൃപ്തിയാകാത്തതുകൊണ്ട് പലരും പല രീതിയിൽ പറഞ്ഞു തന്നെങ്കിലും കറിച്ചട്ടികളുടെ കാര്യത്തിൽ ഒരു തൃപ്തിയില്ല. ഇനിയിപ്പോൾ ഞാൻ പുതിയ ചട്ടി മേടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പഴയ കറിച്ചട്ടികൾ എനിക്കെന്തോ അത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് അങ്ങനെ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചീനച്ചട്ടി തന്നെ എടുത്തത്. ആകപ്പാടി ഇപ്പോൾ ഒരു കറിച്ചട്ടിയിൽ മാത്രമാണ് ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് എനിക്കിപ്പോൾ തൃപ്തിയായിട്ടുള്ളൊരു ചട്ടി. പിന്നെ നമ്മുടെ അപ്പച്ചട്ടിയാണിത്, വെള്ളയപ്പം ഉണ്ടാക്കുന്ന ചട്ടിയാണെങ്കിലും മീൻ വറുക്കാനായിട്ട് ഇങ്ങനെ മുങ്ങിക്കിടന്ന് വറുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇടണേ നല്ലത്. അപ്പോൾ ഇത്തിരി കട്ടിയുള്ള മീനൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് മുങ്ങിക്കിടന്ന് തന്നെ വറുത്ത് തന്നെ. അപ്പോൾ നമ്മൾ പരന്ന പാത്രത്തിലേക്ക് ഫ്രൈ പാനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഇത് മീൻ വറുത്തിട്ട് അവിടെ മാറ്റി ഇങ്ങനെ കഴുകി വെച്ചതായിരുന്നു, അപ്പോൾ തന്നെ തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതൊന്ന് തുടച്ചെടുത്ത് കളഞ്ഞതാണ് കേട്ടോ എണ്ണയിട്ടിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു മീൻ ഇതിനകത്ത് നല്ല മുങ്ങിക്കിടന്നിട്ട് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഈ മീനിന് ശരിക്കും പറഞ്ഞാൽ തവ ഓക്കെയാണ്, എങ്കിൽ തന്നെയും എനിക്ക് ഇതാണ് കൂടുതലിഷ്ടം, അതുകൊണ്ട് ഞാനിതെടുത്ത്. പിന്നെ നമ്മുടെ കൊണ്ടുവന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി നല്ല പണിയാണ് പപ്പ എനിക്ക് തന്നത്. നല്ല രീതിയിൽ കുഞ്ഞുള്ളിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനെപ്പോഴും പറയും പപ്പ മേടിക്കുമ്പോൾ വലിയ ഉള്ളി മേടിക്കണേ, ചെറിയ ഉള്ളി കണ്ടാൽ മേടിക്കരുതെന്ന് പറഞ്ഞാൽ പപ്പ ചെറിയ ഉള്ളിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വെള്ളത്തിലിട്ട് 3 സാധനങ്ങളും വെള്ളത്തിലിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത്. അപ്പോൾ നമ്മുടെ കറി എടുത്തത് രാത്രിയായിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ രാത്രി ഞാൻ കാണിച്ചത്. നമ്മുടെ നെയ്മീൻ്റെ കറി എടുത്തത് രാത്രിയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ മീൻ വറുത്തതൊക്കെ കൂട്ടിയതിന് ശേഷമുള്ള മീൻ വറുത്താണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ കറിയൊക്കെ എടുത്ത് നല്ല ടേസ്റ്റുള്ള നെയ്മീനായിരുന്നു. പിന്നെ ഇന്ന് വ്യാഴാഴ്ചത്തെ ദിവസമാണ് രാവിലെ എഴുന്നേറ്റ് ഇനി അടുത്ത കാര്യങ്ങൾ. അപ്പോൾ അന്നത്തെ ദിവസം കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത്രയൊക്കെ ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഷോർട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതോടുകൂടി ഞാൻ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിച്ച് മുട്ട ഏത്തപ്പഴമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റയനാണെന്നുണ്ടെങ്കിലും ഏത്തപ്പഴം പുഴുങ്ങിയത് റയൻ കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആളിന് വേണ്ട. അപ്പോൾ ഞാൻ പറയുമല്ല നേരത്തെ ആപ്പിള പേരക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പക്ഷേ ഇപ്പോൾ അതും വേണ്ട, കഴിച്ച് ആളും മടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങിയതിലാണ് ഇപ്പോൾ കുറച്ച് ഇഷ്ടം തോന്നിയേക്കണത്. പിന്നെ മുട്ടയാണെന്നുണ്ടെങ്കിലും കഴിക്കോട്ടെ. അപ്പോൾ ഇന്ന് ഏത്തപ്പഴം പുഴുങ്ങിയത് മുട്ടയൊക്കെയാണെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ പപ്പക്ക് പുട്ടുണ്ടായിരുന്നു, പുട്ടും പഴവും കൂടി പപ്പക്ക് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ പഴമാണെങ്കിൽ ഇത്തിരി ചെറിയ പഴം, അങ്ങനെ പഴം ഒന്ന് ഓവനിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുത്ത്, ഒരു പഴം പുഴുങ്ങാനായിട്ട് ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പുഴുങ്ങി കിട്ടും. അപ്പോൾ ഇത്രയും പഴം വെക്കുമ്പോൾ ഞാനൊരു 6 മിനിറ്റ് 7 മിനിറ്റൊക്കെ, ആദ്യം ഒരു 5 മിനിറ്റ് ഇട്ട് പിന്നെ 2 മിനിറ്റ് കൂടിയിട്ട് 7 മിനിറ്റ് വെച്ചിട്ടാണ് പുഴുങ്ങി എടുത്തിട്ടുണ്ടാകുന്നത്. ഇനി ഏതായാലും ഓവൻ്റെ അകത്തേക്ക് നമ്മുടെ കപ്പലണ്ടി കൂടി അങ്ങോട്ട് വറുത്തേക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച് വെച്ച കപ്പലണ്ടി ആയിരുന്നു, 1 കിലോ കപ്പലണ്ടി ഉണ്ട്. അപ്പോൾ അത് 2 തവണയായിട്ട് നമ്മൾ വറുത്തെടുക്കും. ആദ്യത്തെ പകുതി കപ്പലണ്ടി കയറ്റി ഇത്തിരി ഉപ്പുകളൊക്കെ പറ്റിയിട്ട് വെച്ച് അതിനൊരു 13 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മളൊരു പകുതി സമയമാകുമ്പോൾ അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ, മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കി സമയം കൂടി ആകുമ്പോൾ അത് കറക്റ്റാണ്. പിന്നെ ഇന്ന് ഏതായാലും ചിക്കൻ മന്തി ഉണ്ടാക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോജറിനാണെന്നെങ്കിൽ ഇത്തിരി ചിക്കനൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഏതായാലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഏതായാലും അരച്ചെടുക്കണം. അപ്പോൾ ആ കൂട്ടത്തിലെല്ലാം കൂടി ഇങ്ങോട്ട് അരക്കാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി ഇഞ്ചിയും കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതിനകത്ത് നമ്മൾ ഗരം മസാല ചേർക്കുന്നില്ല കേട്ടോ, അതിന് പകരം ചെറിയ ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി എൻ്റെ കയ്യിൽ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ മുഴുവൻ പൊടിക്കാത്ത ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരേ അളവിൽ തന്നെ ആണ് എല്ലാം ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കിലോ ചിക്കനൊക്കെയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. 1 കിലോ ചിക്കൻ എന്ന് പറയാം. 1 കിലോ ചിക്കനൊക്കെ ആണെങ്കിൽ 2 ടീസ്പൂൺ വെച്ചിട്ട് മുളക് പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഓയിലും പിന്നെ ഞാൻ ചിക്കൻ്റെ ആ ഒരു ക്യൂബ് 2 കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് ചേർത്തേക്കാമെന്ന് വിചാരിച്ചു. എന്തിനായാലും നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാനല്ലോ, അപ്പോൾ ആ കൂട്ടത്തിനും കൂടി അതങ്ങോട്ട് ചേർത്തിട്ടാ. അപ്പോൾ എണ്ണ ഒരു 1/2 കപ്പിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമുക്കധികം എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ കുറക്കാം. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ചിക്കൻ മന്തിയിലൊക്കെ ഒത്തിരി എണ്ണയാണ്, എണ്ണ ഇങ്ങനെ കുഴഞ്ഞ കിടക്കണത്. അത്രയും നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ വേണ്ട. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ കുറച്ചാണ് എണ്ണ ഇട്ടേക്കണത്. എങ്കിലും അത്യാവശ്യം എണ്ണ വേണം. നമ്മൾ വേറെ നെയ്യ് എണ്ണയൊന്നും പിന്നീട് ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് ഇത്തിരി പാലും ബ്രെഡൊക്കെ ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡും കഴിക്കട്ടെ. അപ്പോൾ പാലില്ലായിരുന്നു, പാലിന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത്. പഞ്ചസാരയും കൂട്ടത്തിൽ നമുക്ക് ഒരു 200 രൂപയ്ക്ക് എടുക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് ഡിസംബർ 3-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ ആണ്. കുറേ പേർക്ക് അറിയാം, കുറേ പേര് ഇന്നലെ വെളുപ്പിന്, അതായത് 12 മണിക്ക് കറക്റ്റായിട്ട് വിഷ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാവുന്നവരും അറിയാൻ പാടില്ലാത്തവരും ഒക്കെ ഉണ്ട്. പിന്നെ അറിയാമെങ്കിലും മറന്നു പോയിട്ടുള്ള ആളുകളുണ്ടാവും ആ ദിവസമാകുമ്പോൾ. എങ്കിലും ഞാൻ ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ വ്ളോഗാണ് ഇടുന്നത്. ബർത്ത്ഡേ വ്ളോഗെന്ന് പറയാനായിട്ട് ഇപ്പോൾ ഇന്നല്ലേ ബർത്ത്ഡേ. അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം എനിക്ക് ഒരു വലിയ സന്തോഷമൊന്നും ഇല്ലാത്തൊരു സമയമാണ്. കാരണം റയനൊക്കെ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ റയൻ പോകുന്ന ആ ഒരു വിഷമം എൻ്റെ ഏറ്റവും വലിയ വലങ്കൈ എന്ന് പറയാം. റയൻ എന്ത് കാര്യത്തിനും കൂടെ നിൽക്കണത്. അപ്പോൾ റയൻ അങ്ങോട്ട് പോയാൽ എൻ്റെ ഒരു വശം പോയ പോലെയാണ്, പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ടൈമിൽ. അപ്പോൾ എന്ത് തന്നെ ആയാലും അത് റയൻ മിക്കവാറും ഉടനെ തന്നെ റയൻ്റെ കാര്യങ്ങൾ ആയിട്ടുണ്ട്. അപ്പോൾ പോകാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിഷമത്തോട് കൂടിയിട്ടാണ് ഓരോ ദിവസം അങ്ങനെ പോണത്. പിന്നെ കുഴപ്പമില്ല, ജോലിയുടെ കാര്യത്തിനാണ് പോകുന്നത്, വേറെ കാര്യങ്ങളൊന്നും അല്ല എന്നോർക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. പിന്നെ റോജറാണെന്നുണ്ടെങ്കിലും ഈ ക്രിസ്മസ് കഴിഞ്ഞാൽ ഉടനെ റോജർ പോകും. റോജറിന് ജനുവരി 5-ാം തീയതി അവിടെ ജോയിൻ ചെയ്യണം. ജനുവരി 5-ാം തീയതി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ താമസ സൗകര്യം ഏർപ്പാടാക്കാൻ നേരത്തെ തന്നെ പോകണം. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് എല്ലാ ഒരുക്കങ്ങളും ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് സമയം എന്ന് പറഞ്ഞത് ഇനി നമ്മൾ അടുത്ത പോലെ നമ്മൾ ഉണ്ടാകുമോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും കിട്ടുന്നത് നമുക്ക് ബോണസായിട്ട് കണക്കൂട്ടി ഞാൻ ആഘോഷിക്കാറുണ്ട്. സംഭവങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണതെങ്കിലും മനസ്സ് അത്ര ഒരു സ്വസ്ഥമല്ല എന്നർത്ഥം. അപ്പം ഞാനിതിൻ്റെ ഇടയിൽ ബുൾസയും ബ്രെഡ്, ഏത്തപ്പഴം പുഴുങ്ങിയത്, പാല് എല്ലാം കൂടി കൊണ്ടൊക്കെ വെച്ച് കുട്ടികളെ കഴിച്ച്, പിന്നെ ഞാൻ ഈ കപ്പലണ്ടി 2 ബാച്ചായിട്ട് വറുത്തെടുത്ത് അതൊന്ന്
കുറച്ച് പീൽ ചെയ്യാൻ പറ്റിയതൊക്കെ പോകും, ബാക്കിയുള്ളത് അതിൽ തൊണ്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് പേറ്റി പെറുക്കി ഇനി എടുത്ത് ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് വെച്ച് ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി വെച്ച് കൊടുക്കും കേട്ടോ. വിസിറ്റിംഗ് റൂമിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവർ അതെടുത്ത് കഴിക്കും. എല്ലാവർക്കും ഇഷ്ടമാണത്. വെക്കണതിന് മുൻപ് തന്നെ കഴിച്ച് തീർക്കോട്ടെ. അപ്പോൾ അപ്പയാണെന്നുണ്ടെങ്കിലും എപ്പോഴും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ച് പിന്നെ നമ്മുടെ മന്തിയുടെ ചിക്കൻ്റെ ഈ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇത്തിരി ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് തണുപ്പ് പോയി അതൊന്ന് പുരട്ടിയെടുത്ത് അത് വെച്ച് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ പച്ചക്കറികൾ അരിഞ്ഞിടണം. സാവധാനം ഇട്ടാൽ മതി. അപ്പോഴേക്കും ഞാനൊന്ന് തുടക്കാൻ വേണ്ടിയിട്ട് വന്നാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ചിലപ്പോൾ നമുക്ക് തുടക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് തുടക്കും. 2 നേരം തുടക്കണം. ഭയങ്കര പൊടിയാണിപ്പോൾ. വിൻ്റർ സീസൺ ഭയങ്കര പൊടിയായിരിക്കുള്ളൂ. അപ്പോൾ തുടച്ചില്ലെന്നുണ്ടെങ്കിൽ തെന്നിയൊക്കെ പോവും കാല്. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മളായിട്ട് ഒരു അലസത കാണിച്ച് ആർക്കെങ്കിലും ഒരു അപകടം വരുത്തുന്നത്? എപ്പോഴും ഞാനെപ്പോഴും പറയില്ലേ, കുളിമുറിക്കാണെങ്കിലും കുളിമുറിയുടെ വാളിൻ്റെ ടൈൽസ് കഴുകിയില്ലെങ്കിലും ഒരാൾക്ക് അപകടം വരില്ല, വൃത്തികേടായിട്ട് കിടക്കുമെന്നേ ഉള്ളൂ. പക്ഷേ ഫ്ലോർ ടൈൽസ് ദിവസവും കഴുകി വൃത്തിയാക്കിയില്ലെങ്കിൽ കുളിമുറിയിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ച് നമ്മൾ തന്നെ അത് പിന്നെ അതിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് ഞാൻ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു സ്കേർട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ദിവസം ഓർത്ത് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ റയനും കൂടി അതിൻ്റെ ഈ ചരട് കെട്ടാനുള്ളതൊക്കെ ഒന്ന് അതിൻ്റെ അരിയിൽ നിന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കര കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അതിൻ്റെ എൻഡ് വരുന്ന ആ സ്ഥലത്ത് ഇത് സ്റ്റിച്ച് അതൊന്നും ഉണ്ടാവില്ലല്ലോ, നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവില്ലേ, അത് കട്ട് ചെയ്തെടുത്തതാണ് ചരട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം തയ്ച്ചിട്ട് പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ഈ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഏറ്റവും വൈകുന്നേരമാണ് പിന്നെ അതിനകത്ത് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതെല്ലാം കയറ്റിയില്ലേ, അതൊക്കെ സാവധാനം ചെയ്ത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് മാറ്റിയതിന് ശേഷമാണ് ഞാൻ മന്തി ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. സവാളയും ക്യാപ്സിക്കം. അപ്പോൾ അത് കട്ട് ചെയ്ത് അതിൻ്റെ മീതിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ റൈസ് വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. റൈസ് വേവിച്ച് ഊറ്റിയെടുത്തിട്ടാണ് മീതിലേക്ക് നമ്മൾ ദം ചെയ്യുന്നത്. അപ്പോൾ റൈസെല്ലാം കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സെല്ല റൈസാണ് എടുക്കണം. സെല്ല റൈസ് ഇത്തിരി കുതിർക്കുകയും ചെയ്യണം. അപ്പോൾ റൈസ് കുതിർക്കുമ്പോൾ നമുക്ക് വെന്ത് കിട്ടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടൊക്കെ ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഇത്തിരി ഡ്രൈ ആകുമ്പോൾ അത് ഹാർഡായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ കുതിർത്തെടുക്കുന്നത്. റൈസിന് കുറച്ച് നീളം കൂടുതൽ കിട്ടും കുതിർത്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ റൈസൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മളുടെ എല്ലാ സമയവും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് എടുക്കണം. ഒരു സമയങ്ങളും വേസ്റ്റ് ആക്കാതെ നമ്മുടെ ജോലികൾ തീർക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം തുണികൾ എടുക്കാനും വിരിക്കാനും ഉള്ളതൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്ത്. അപ്പോൾ റൈസ് അവിടെ വെള്ളം ഊർന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ ക്യാപ്സിക്കം സവാളയൊക്കെ അടിവശത്തേക്ക് ആയിട്ട് അതൊന്ന് മൊരിഞ്ഞു വരുന്നത്. അപ്പോൾ കോള് ഞാനിവിടെ ആ ഒരു ബർണറിൽ കത്തിക്കാനായിട്ട് അതും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസ് പകുതി അതിൻ്റെ മീതിലേക്ക് ഇട്ട് ഇനി ഇത്തിരി പച്ചമുളക് അതിൻ്റെ മീതിലേക്ക് വെച്ചിട്ട് ബാക്കി റൈസും കൂടി ഇട്ട് കോള് കത്തിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞ്. ഏറ്റവും എളുപ്പമാണ്. ചോറും കറി ഉണ്ടാക്കുന്നതിനേലും വളരെ എളുപ്പമാണ് ഈ മന്തിക്ക് പ്രത്യേകിച്ച് സവാള കട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ബിരിയാണിക്കാണെന്നുണ്ടെങ്കിൽ സവാള അരിഞ്ഞ് വറുക്കണ ഒരു പണി ഉണ്ടത്. ഇതിനതൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാതെ വെക്കുന്ന ഒരു മന്തി ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെക്കുന്ന മന്തി ആയിരുന്നില്ല, ചിക്കൻ ഫ്രൈ ചെയ്തിട്ട്. ഇത് കുറേ എളുപ്പമാണ്, ഇത് കുറച്ച് ഹെൽത്തിയാണ്, ഇതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ അതും ഒക്കെ റെഡിയാക്കി കോളും ഒക്കെ ഒന്ന് കത്തിച്ച് വെച്ച് ഇനി എനിക്കൊരു പാഴ്സൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് പൊട്ടിച്ചൊന്ന് നോക്കണമല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അഗാറോൻ്റെ വാക്യൂം ക്ലീനർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അഗാറോ കമ്പനി എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുറന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, എല്ലാം 4 സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇനി നമ്മൾ റിവ്യൂ ചെയ്യേണ്ട സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ചെയ്തത് അഗാറോൻ്റെ വാക്യൂം ക്ലീനറിൻ്റെ റിവ്യൂ ആണ് ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തത്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ തന്ന പ്രോഡക്ട്സിൻ്റെ ഓരോന്നിൻ്റെ റിവ്യൂ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി കഴിക്കാനുള്ള സമയമായി. നമ്മൾ അറബിക് സാലഡ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ മിക്സിയുടെ അകത്തേക്ക് വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അവിടെ
വെച്ചിട്ടുണ്ടായിരുന്നു അടച്ചിട്ട്. ഇനി നമ്മൾ മുട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത് മാത്രമേ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മയണൈസ് അടിക്കുള്ളൂ. മയണൈസ് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കുക, എന്നുണ്ടെങ്കിൽ പച്ചമുട്ട പെട്ടെന്ന് തന്നെ കേടാക്കും മയണൈസിനെ. അപ്പോൾ അതുകൊണ്ട് ആ കഴിക്കുന്ന ടൈമിലാണ് ഉണ്ടാക്കണം. അപ്പോൾ കഴിക്കാനായിട്ട് കുട്ടികൾ വന്നിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ മയണൈസ് അടിച്ചെടുത്തിട്ട് കുട്ടികൾക്ക് കൊടുത്ത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ചിക്കൻ പീസസ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ആ ഗ്രേവിയിൽ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. ഇപ്പോൾ ഇത് പ്ലെയിൻ റൈസ് ആയിട്ടാണ് മുകളിലിരിക്കുന്നത്, നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അടിയിൽ നല്ല ഗ്രേവി കിടക്കുന്നുണ്ട്. അപ്പോൾ പീസസ് മാത്രം എടുത്ത് മാറ്റിയിട്ട് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തതുപോലെ എടുക്കാം. എന്നിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ മന്തിയാണ്. ഇപ്പോൾ ഇത് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ പപ്പക്കുള്ള മീൻ കറി, മീൻ വറുത്തത്, ചോറ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ ചെയ്യണത്. തലേദിവസത്തെ ചിലപ്പോൾ കുറച്ച് ഒരു നേരം 2 നേരം ചിലപ്പോൾ ആരെങ്കിലും കഴിക്കാതെ പുറത്തുനിന്ന് കഴിക്കുക എന്തെങ്കിലും ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചോറൊക്കെ ബാക്കി വരും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പിറ്റേ ദിവസം ചോറും കറിയും ബാക്കിയുണ്ടാവും. അപ്പോൾ പപ്പയ്ക്ക് എന്ത് തന്നെയായാലും ഇവക ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ചോറും കറിയും വേണം. അപ്പോൾ അത് പപ്പയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഒന്നും കഴിക്കാനുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ എന്തെങ്കിലും ബിരിയാണിയോ നെയ്ച്ചോറോ അല്ലെന്നുണ്ടെങ്കിൽ മന്തിയോ എന്തെങ്കിലും ഒന്ന് ചെയ്യും. റിച്ചാർഡാണ് വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്, എങ്കിലും അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇവർക്കിതെല്ലാം ഇവർ കഴിക്കും. അപ്പോൾ പിന്നെ വൈകുന്നേരത്തെ ഒരു ചായ ഇട്ട് അന്നത്തെ വീഡിയോയും അതോടെ ഞാൻ ക്ലോസ് ചെയ്ത്. പിന്നെ അതേ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കണത്. അപ്പോൾ നമ്മൾ ബുധൻ പോയി വ്യാഴം കഴിഞ്ഞ് പിന്നെ വെള്ളിയിലേക്കും വന്നേക്കണേ. അപ്പോൾ ഈ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മളുടെ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇത് ഏത് വീഡിയോയാണ്, ഇത് എന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഒതുക്കിയിട്ട് ഈ ഒരു ദിവസത്തെ വീഡിയോയിലേക്ക് ആയപ്പോൾ തന്നെയും ഫോണിന് ഒരു സമാധാനം കിട്ടും. അത് മൊത്തത്തിന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഒന്ന് ഫോണിൻ്റെ സ്റ്റോറേജ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനും കൂടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ 3 എണ്ണം ആക്കിയത്. കാരണം ഇതൊന്നും ഞാൻ ഷോർട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഷോർട്ട് വീഡിയോ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ഒന്നിച്ചാക്കാം, കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നിച്ചിട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഞാൻ ചപ്പാത്തി ഇത് കാത്തി റോള്, പനീർ കാത്തി റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ച്, പനീർ കുറച്ച് ദിവസം മുൻപ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പനീറും ക്യാപ്സിക്കം, തക്കാളി, സവാള ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പനീർ കഴുകിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്തിട്ട് കഴുകില്ല. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു കഴുകി അതിൻ്റെ ഒന്ന് കളഞ്ഞതിന് ശേഷം വന്നിട്ട് കട്ട് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം. അപ്പോൾ അത് പിന്നെ മിക്സിയിലെല്ലാം കൂടിയിട്ട് അരക്കാമെന്ന് വെച്ചാൽ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കി വെക്കാറില്ല. ഞാൻ പറയാറുണ്ട് എനിക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കറികളിൽ കൂടുതൽ ഇടാറില്ല. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി തീർന്നിരിക്കുന്നതുകൊണ്ട് ആദ്യം അത് അങ്ങോട്ട് പൊടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ചെറിയ ജീരകം വേണം. അപ്പോൾ പിന്നെ ആ പൊടിച്ച ജാറിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അങ്ങോട്ട് അരച്ചെടുക്കാമല്ലോ. ആവശ്യത്തിനുള്ള ചെറിയ ജീരകത്തിൻ്റെ പൊടി അതിനകത്തേക്ക് ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പൊടിച്ച പൊടി ഫ്രഷ് ആയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് അതിനകത്തുള്ളതാണ്, പഴയതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇത് എന്താണ് കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി കേട്ടോ. ഇത്രയും പൊടികളും പിന്നെ ഇതേ കസൂരി മേത്തിയും കൂടി ഇട്ട് ഉപ്പ് ഇട്ട് ഇനി നമ്മൾ തൈരും കൂടി ചേർത്തിട്ട് കൂടി അരക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ചെറിയ ജീരകത്തിൻ്റെ പൊടിക്ക് ഇത്തിരി കൂടുതൽ ഇടണം. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മസാലയുടെ ഇത്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ ഈ പൊടികളെല്ലാം കുറച്ച് കുറച്ചായിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, കസൂരി മെത്തി, തൈര് ഇത്രയും സാധനം ഇട്ടിട്ടാണ് അരച്ചെടുത്തേക്കണത്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഇത്തിരി ചെറുനാരങ്ങയും കൂടി ഇട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊണ്ട് മാറ്റി വെച്ച് കുറച്ച് നേരം വെച്ചാൽ മതി. പെട്ടെന്ന് നമ്മൾ ചിക്കൻ വെക്കണ പോലെയൊന്നും കുറേ നേരം ഒന്നും വെക്കണ്ട. അപ്പോൾ ഈ പനീറിന് പകരം നമുക്ക് ചിക്കൻ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ കാത്തിറോൾ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ പപ്പയ്ക്ക് ഇഷ്ടമല്ലല്ലോ, പപ്പ കഴിക്കില്ല. അപ്പോൾ എല്ലാവർക്കുമായിട്ട് ഇത് ആകുമ്പോൾ പനീർ പപ്പ കഴിക്കും. അതുകൊണ്ടാണ് ഞാൻ പനീറാക്കണത്.
പിന്നെ രാവിലെയൊക്കെ ചിക്കൻ വലിയ ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട്, അപ്പോൾ പനീർ ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പനീർ എടുത്തതിൽ ചിക്കൻ കത്തിരോളം ഉണ്ടാക്കുന്നവർക്ക് ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഏറ്റവും അവസാനം നമ്മൾ പനീർ മൊരിഞ്ഞ് വരുന്ന സമയത്തിട്ട് കൊടുത്ത് അതായത് പച്ച മാറാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ഒരു ഏർപ്പാടേ ഉള്ളൂ. അല്ലാതെ ഇത് കൂടുതൽ നേരിട്ട് വേവിച്ചൊന്നും കളയാൻ പാടില്ല. ഏതായാലും സംഗതി നല്ല ടേസ്റ്റാണ് കേട്ടോ. പനീർ കാത്തി റോള് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ചിക്കനെക്കാട്ടി കൂടുതൽ ഇഷ്ടം പനീർ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് പനീർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പനീറിൻ്റെ എല്ലാ ഡിഷസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ പനീർ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പപ്പയൊക്കെ പറയും ഇത് കഴിച്ചാൽ വയറിളക്കം വരുമെന്ന് പറയും. കാരണം പണ്ട് ഇവർ ബോംബെയിലൊക്കെ ഇങ്ങനെ പനീറിൻ്റെ വിഭവങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വയറുവേദന വരും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് പനീർ വേണ്ടാന്ന് എപ്പോഴും പറയും. പക്ഷേ എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വെക്കോട്ടെ, എങ്കിലും ഇവർ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഇനി പനീർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇത്തിരി ഒരു ബട്ടറിൻ്റെ ഒരു പീസ് അവിടെ കുറച്ച് നാളായിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കിടക്കണം കണ്ടിട്ട് അതൊന്നങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ചാൽ അതങ്ങ് ഇട്ടതാണ് കേട്ടോ. പിന്നെ അതിന് പോരാത്ത വെജിറ്റബിൾ ഓയിൽ, ബ്രാൻ ഓയിൽ എടുത്തിട്ട് അതും കൂടി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ഇതെല്ലാം ഒന്ന് അതിനകത്ത് പനീറൊന്ന് നല്ല രീതിയിലൊന്ന് വാടി മുരിഞ്ഞ് വരണം കേട്ടോ, കരിയാതെ മുരിഞ്ഞ് വരണം. കാരണം മസാലയുടെ പച്ചയൊക്കെ മാറിയെന്ന് മുരിഞ്ഞ് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ ഏതായാലും ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് പൊറോട്ടയിലാണ് ശരിക്കും ചെയ്യണത്. അത് കുഴപ്പമില്ല, നമ്മളുടെ വീട്ടിൽ ചപ്പാത്തി ആക്കി എടുത്താലും കുഴപ്പമില്ല. അതിനി ഒന്ന് പരത്തിയെടുത്ത് പിന്നെ ഞാൻ 3 മുട്ട ഒന്ന് പൊട്ടിച്ചവിടെ വെച്ചിട്ടുണ്ട്. അതിലിത്തിരി ഉപ്പും കൂടിയിട്ട് ബീറ്റ് ചെയ്തിട്ട് ഏറ്റവും അവസാനം ചപ്പാത്തിയുടെ മീതയിൽ കുറച്ചൊന്ന് പുരട്ടി കൊടുത്തിട്ട് അതൊന്ന് ഒരു മുട്ടയുടെ ഒരു ലെയർ കൂടി ഉള്ളിലാക്കിയിട്ട് ഈ മിക്സ് വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഒന്ന് ചുരുട്ടിയെടുക്കണം, അത്രയേ ഉള്ളൂ. പണിയുണ്ട് കേട്ടോ, പണി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുക, ചപ്പാത്തി വരത്തുക, ഇതെല്ലാം. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ചെയ്യും. മടിയുള്ള ആളുകൾക്ക് ചെയ്യാനായിട്ട് ഇത് ബുദ്ധിമുട്ടാണ്, കുറച്ച് പണിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചപ്പാത്തി ചുട്ടത് മേടിച്ച് റെഡിമെയ്ഡ് ചപ്പാത്തി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പനീറിൻ്റെ മിക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതിയാകും. അപ്പോൾ ആ ഫില്ലിങ് അതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം പണി കഴിയും. ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ല കടയിൽ നിന്ന് മേടിക്കുന്നത്. പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്ന ചപ്പാത്തി ഒട്ടും കൊള്ളൂല. എനിക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഒരുവിധപ്പെട്ട ഒരു സാധനങ്ങളും എനിക്കിഷ്ടമല്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് അല്ല അതിനുള്ളത്, ഒട്ടും ഇഷ്ടപ്പെടില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്തത് കേട്ടോ. പിന്നെ നമുക്ക് അസുഖം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയൊക്കെ പുറത്തുനിന്ന് മേടിക്കണം. നമുക്ക് പരത്താനും എടുക്കാനൊക്കെ കുഴക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പനീർ നന്നായിട്ട് മുരിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറി ഇട്ടിട്ട് പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ്, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം, ചെറുജീരകത്തിന് പൊടി എല്ലാം കുറച്ചായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് കിടന്ന് ഒന്ന് ചെറിയ രീതിയിൽ മുരിഞ്ഞ് വരുമ്പോൾ ഇല്ലേ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. കസൂരി മെത്തിയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ഇത് ഇഷ്ടപ്പെടുക. ചില നാടൻ ഫുഡ് മാത്രം ഇഷ്ടപ്പെടുന്ന, ഇവിടെ പപ്പയൊക്കെ നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എങ്കിലും കാത്തിറോളൊക്കെ കഴിക്കുന്നുണ്ട്, കാരണം ഇത് ചിക്കൻ അല്ലാത്തതുകൊണ്ട് പുള്ളി കഴിക്കും. അപ്പോൾ ആദ്യത്തെ 2 ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ തന്നെ പപ്പക്കുള്ളത് ഞാൻ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ചപ്പാത്തികളെല്ലാം ചുട്ടതിന് ശേഷമാണ് ഞാൻ ഈ മുട്ടയുടെ ഒരു കോട്ടിങ് ചെയ്ത് എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ടൈം പോകും പപ്പയ്ക്ക്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇരിക്കൊണ്ട് ഞാൻ മുട്ടയുടെ ഇത് ചെയ്യണത്. അപ്പോൾ സമയം പോകണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് പപ്പക്ക് ആദ്യം കൊടുത്തിട്ടുണ്ടാകുന്ന പപ്പ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കിയുള്ളത് ഞാനും കുട്ടികളും കൂടി കഴിക്കാനുള്ളതാണ്. അപ്പോൾ അത് സാവധാനം നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പപ്പയുടെ ഒരു സമയം തെറ്റുണ്ടല്ലോ എന്ന് ചോദിച്ച് പപ്പക്ക് അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ റോജർ വരാറായ ആ ഒരു സമയത്താണ് ഞാൻ പാല് കാച്ചാനൊക്കെ ഇട്ടൊക്കെ വെച്ചത്. ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ ഇത് എല്ലാം ചുട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഫില്ലിങ് വെച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ ആ ചപ്പാത്തി പരത്തുന്നത് അവിടെ തന്നെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി എളുപ്പത്തിൽ ഇത്തിരി വിശാലമായിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്തിരി ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പുമാണ് ഇതിൻ്റെ മീതിയിലിടുക. പിന്നെ പച്ച സവാള വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീതിയിൽ ഇട്ട് കൊടുക്കുക. ഏതായാലും ഞാൻ ഇട്ടില്ല. ഈ സവാള തന്നെ അധികം അങ്ങോട്ട് വെന്ത് പോയിട്ടില്ല, ഒരു പച്ച പോലെ തന്നെയാണ് സവാള കിടക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ പച്ച സവാള ഇട്ടില്ല. അതും കൂടി ഇട്ടാലും നല്ലതാണ്. പിന്നെയും പൊളിക്കാനും എടുക്കാനും നിൽക്കാൻ മടിയായിട്ട് ഞാൻ ഇട്ടില്ലെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ കുറച്ച് ചില്ലി സോസ് ഇടാതെയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചില്ലി സോസ് ഇടുമ്പോൾ വീണ്ടും എരിവ് കൂടും. റോജന് അങ്ങനെ എരിവ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ റോജന് വേണ്ടിയിട്ട് ഞാൻ ചില്ലി സോസ് ഇടാതെ ഇട്ടത്. റയന് ഭയങ്കര ഇഷ്ടമാണ് എരിവ്. എല്ലാം ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ളതാണ് റയന് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് റയനും ഞാൻ ചില്ലി സോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു.
കുരുമുളകിൻ്റെ എരിവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പാലും ഒക്കെ റെഡിയായി വന്ന് ഇത്രയേ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അഗാറോൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോഴത്തെ അവസ്ഥ ഇതായിരുന്നു. എത്രയോ തവണ റൂബിനെ ഓടിച്ചെന്നറിയാമോ? കാരണം ഞാൻ താഴെ ഇരുന്നാലൊക്കെ റൂബി ഓടി വന്ന് എൻ്റെ അടുത്ത് കിടക്കും. അവൾക്കറിയില്ല വീഡിയോ ഷൂട്ട് ചെയ്യാനിരിക്കണമെന്ന്. അങ്ങനെ കുറേ അധികം നേരം റൂബിനെ കൂടി അങ്ങനെ നേരം. അപ്പോൾ ഇങ്ങനെയുള്ള നേരങ്ങളൊക്കെ പോണതുകൊണ്ടാണ് എനിക്ക് കൂടുതലും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ഇന്ന് രാത്രി ആയപ്പോഴത്തേക്കുമാണ് റോജർ പറഞ്ഞത്, മമ്മി എൻ്റെ 2 ഫ്രണ്ട്സ് നാളെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവർ ഉച്ചക്കാണ് പറഞ്ഞത്, ഫുഡ് എന്തെങ്കിലും വേണം, ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തോളാം, ഞാൻ മമ്മീനോട് പറഞ്ഞെന്ന് മാത്രമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിടാ അത് ശരിയല്ലല്ലോ, അവർ വരുമ്പോഴത്തേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കണത്, നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലേ നല്ലത്. കൂടുതൽ ആളുകളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കൊടുക്കുക, കാരണം കൂടുതൽ ആളുകൾക്കൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട്. 2 പേരല്ലേ ഉള്ളത്, കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള കാരമൽ കസ്റ്റർഡാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റയനാണ് പറഞ്ഞത്, മമ്മി കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കുക, ഫുഡ് കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള ഡിസേർട്ടായിട്ട് അത് ഉണ്ടാക്കുക. അപ്പോൾ അത് നമുക്ക് തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കണം, അത് തണുത്ത് സെറ്റായി വരണമല്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീണ്ടും പാലൊക്കെ രാത്രി ഓർഡർ ചെയ്ത് വേഗം പാലൊക്കെ വന്ന് അങ്ങനെ വേഗം ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇത്തിരി കാരമലാക്കാനായിട്ട് പഞ്ചസാര ഇട്ട് അത് കാരമലാക്കി ഇത്തിരി വെള്ളം ഒഴിച്ചത് മാറ്റിയിട്ട് ഇനി പാല് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലിലാണ് ചെയ്യുന്നത്. അവർക്കും പിന്നെ റയന് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് റയൻ കുറച്ചധികം കഴിക്കും. അപ്പോൾ പിന്നെ 2 പാക്കറ്റ് പാലിനുണ്ടാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 8 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലൊഴിച്ച് അതൊന്ന് കട്ട മാറ്റണം. തിളച്ച പാലൊഴിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വെന്ത് പോകും. അപ്പോൾ നമ്മൾ നോർമൽ ഇതിൽ പാലൊഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കട്ട ഒന്ന് മാറ്റിയെടുത്തിട്ട് വേണം പാലിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ബൗൾ ഏതിലാണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെഡിയാക്കി ഇവിടെ വെക്കണം. അണ്ട് കാരമൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കുട്ടികൾ പറഞ്ഞുകൊണ്ട് 2 പേർക്ക് ആ 2 ബൗളിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ആദ്യം 2 ബൗളിൽ, പിന്നെ ബാക്കിയുള്ളത് നമ്മളുടെ ഐക്യ പാത്രത്തിലും കൂടി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാല് വെച്ചിട്ടുണ്ട്. ഇനി പാല് തിളച്ച് പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ കട്ട മാറ്റിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പാല് ഒരുവിധം തിളച്ച് വരുമ്പോഴത്തേക്കും വളരെ തീ കുറച്ചിട്ടിട്ട് ഈ പൊടീനെ നമ്മൾ വേവിച്ചെടുക്കണം. വേവിക്കാതെ അത് ഇങ്ങനെ കട്ട പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ കാരമലിന് ടേസ്റ്റ്, ആ ഒരു പുഡിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ല വേവിച്ച് തന്നെ എടുക്കണം. അപ്പോൾ ആദ്യം ഇത്തിരി തീ കൂട്ടി വെച്ച് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ ഇതിനെ തീ കുറച്ച് വെച്ചിട്ട് സാവധാനം വേവിച്ച് കുറുക്കിയെടുക്കണം. വേവിക്കാതെ കുറുക്കിപ്പോയാൽ ഇത് കസ്റ്റർഡിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ടേസ്റ്റ് ബാലൻസിങ്ങിന് ഒരു ഇത്തിരി കൂടി ചേർത്ത് കൊടുത്ത് ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് ഇനി അതിനകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇത് ഏകദേശം ഒരു 10 മണിയായപ്പോഴത്തേക്കാണ് ഞാൻ ചെയ്യണത് കേട്ടോ. കാരണം നമ്മൾ പ്രയറും എല്ലാം കഴിഞ്ഞ് ഒരു 8 മണി 8:30 അവന് മെസ്സേജ് വന്നത് ഈ കുട്ടികൾ നാളെ വരുമെന്ന്. അപ്പോൾ അപ്പോഴാണ് പറഞ്ഞത്, മമ്മി ഇങ്ങനെ 2 കുട്ടികൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, ഞാൻ എന്തായാലും കിടക്കുമ്പോഴൊക്കെ ലേറ്റ് ആകും. അപ്പോൾ ഇതൊക്കെ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഫുഡിൻ്റെ പണി മാത്രം ചെയ്താൽ മതിയല്ല. അപ്പോൾ അതിന് ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ കാരമൽ ഇത് പുഡിങ് ഇതിൽ കൂടുതലായിരുന്നു കേട്ടോ. ഇതിനകത്തുനിന്ന് ഇങ്ങനെ നമ്മളിത് ബ്രിം വരെ എടുത്തിട്ട് അതിനെ കവർ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ പൊങ്ങി ഒഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച സ്ഥലത്തൊക്കെ ഇത് ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ കാരമലിൻ്റെ ആ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടിട്ട് ഇത് പൊങ്ങി വന്നിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം പോലെ പാലിൻ്റെ അതിങ്ങനെ ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം നിറച്ചെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞാണ്. ഇതിപ്പോൾ ഫുള്ളും ഇതിനകത്ത് തന്നെ കൊള്ളിച്ച് ഞാനിങ്ങനെ ഒഴിച്ചിട്ടേ. അങ്ങനെ ഏകദേശം ഒരു 12:30 മണിയായിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോണത്. അപ്പോഴാണ് അതിൻ്റെ ചൂട് മാറിയത് കേട്ടോ. ചൂട് മാറാതെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടാകൊന്നുമില്ല, ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങൾക്ക് കേടാണത്. കാരണം ചൂടാറാത്ത സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഫ്രിഡ്ജിലെ താപനില വ്യത്യാസം വന്ന് അതിനകത്ത് നേരത്തെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ വ്യത്യാസം വന്ന് കേടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചൂടാറാത്ത സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കരുതെന്ന് പറഞ്ഞത്. അല്ലാതെ ചൂടാറാത്ത സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് കേടായി പോകുന്നല്ല, ഫ്രിഡ്ജിൽ നേരത്തെയുള്ള സാധനങ്ങൾ കേടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല തണുത്തതിന് ശേഷമേ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ നല്ല ആ ചിൽട്രയിൽ തന്നെ നല്ല തണുപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അന്നത്തെ ദിവസം കിടന്നത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് വേണം അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക്